അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നാളെ അഥവാ മെയ് 4-ാം തീയതി രാവിലെ മുതൽ പുറത്തു വരികയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് വരെയുള്ള ഒരു മാസക്കാലം വ്യത്യസ്ത നിഗമനങ്ങളിലൂടെ, വോട്ട് ചെയ്തവരുമായുള്ള സർവേകളിലൂടെ, മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പലതരത്തിലും ഇന്ന രൂപത്തിലാകും തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പലരും പല രൂപത്തിൽ പ്രവചിച്ചു. ഈ പ്രവചനങ്ങളിലൊന്നും ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ ഇത്ര വോട്ടിന് ജയിക്കും, ഇന്ന ബൂത്തിലെ എലക്ഷൻ മെഷീൻ തുറന്നാൽ അതിൽ ഇന്ന സ്ഥാനാർത്ഥിക്ക് ഇത്രയും ഇന്ന സ്ഥാനാർത്ഥിക്ക് ഇത്രയും കാണാം എന്ന് കൃത്യമായി ഒരു ബൂത്തിൻ്റെ റിസൾട്ട് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. എലക്ഷൻ മെഷീനുകൾ തുറന്നാൽ അവിടെ എത്ര വോട്ട് ഓരോരുത്തർക്കും ഉണ്ടാകും, ഓരോ സ്ഥാനാർത്ഥിക്കും ഉണ്ടാകും, കേരളത്തിൽ രണ്ട് മുന്നണികൾക്കും എത്ര സീറ്റ് വീതം ലഭിക്കും, എത്ര വോട്ട് വീതം ലഭിക്കും, ഇതറിയുന്ന ആരെങ്കിലും ഈ ലോകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഇതിനകം പറയുമായിരുന്നല്ലോ. ഏത് ജ്യോത്സ്യനാണ്, ഏത് സിദ്ധനാണ്, ഏത് പണ്ഡിതനാണ് ഇത് കൃത്യമായി പറയാൻ സാധിക്കുക? ഖബറുകളിൽ മരിച്ചു കിടക്കുന്ന ആളുകൾ ചിലർ ലോകം നിയന്ത്രിക്കുന്നു, ആകാശത്തുകൂടി പറക്കുന്ന വിമാനങ്ങളെ നിയന്ത്രിക്കുന്നു തുടങ്ങിയ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞവരില്ലേ? ആ മരിച്ചു കിടക്കുന്ന ആളുകളോട് പോയി ചോദിച്ചിട്ട് വല്ല വിവരവും കിട്ടിയോ? ഇവിടെ ആർക്കാണ് എത്ര വോട്ടാണ് കിട്ടുക എന്ന് ആർക്കും കൃത്യമായി പറയാൻ സാധിച്ചിട്ടില്ല. അതറിയുന്നവൻ ആരാണ് ഈ ലോകത്തുള്ളത്? ഒരേ ഒരുത്തൻ, എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ച, ഉറക്കമില്ലാത്ത മഴക്കമില്ലാത്ത സർവശക്തനായ, എല്ലാവർക്കും അറിയുന്ന, എല്ലാവരെയും അറിയുന്ന ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ്. ആ സ്രഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. ആ പടച്ചവന് മാത്രമേ ഇത് കൃത്യമായി അറിയുകയുള്ളൂ. അഥവാ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ ലോകത്തിൻ്റെ സ്രഷ്ടാവ് മാത്രം. മാനവരുടെ വേദഗ്രന്ഥമെന്ന് സ്വയം വിശേഷിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. മുഹമ്മദ് നബിയെ പറഞ്ഞു കൊടുക്ക്, ആകാശഭൂമികളിൽ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം, അല്ലാഹുവിനല്ലാതെ അതറിയുകയില്ല എന്ന്. വോട്ടിംഗ് മെഷീനിൽ ടോട്ടൽ ബട്ടൺ ഞെക്കുമ്പോൾ എത്ര വരും എന്ന അറിവ് ഈ ലോകത്ത് ആർക്കാണുള്ളത്? ലോകത്തിൻ്റെ സ്രഷ്ടാവിന് മാത്രം. അവനാണ് അലീം, എല്ലാം അറിയുന്നവൻ, ഖബീർ, സൂക്ഷ്മമായി അറിയുന്നവൻ, ബസീർ, ആ വോട്ടിംഗ് യന്ത്രത്തിൽ ഉള്ളത് കൃത്യമായി കാണുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ ലോകത്തിൻ്റെ സ്രഷ്ടാവ് മാത്രം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായമായ സൂറത്തു തൗബയിലെ 101-ാമത്തെ ആയത്തിലൂടെ പടച്ചവൻ പറയുന്നു, വമിമ്മൻ ഹൗലക്കും മിനൽ അറാബി മുനാഫിഖൂൻ. മുഹമ്മദ് നബിയെ, അങ്ങയുടെ ചുറ്റും കൂടിയിരിക്കുന്ന അറാബികളുടെ കൂട്ടത്തിൽ കപടവിശ്വാസികളുണ്ട്. വമിൻ അഹ്ലിൽ മദീന, മദീനക്കാരുടെ കൂട്ടത്തിലും മറദു അലൻ നിഫാഖ്, അവർ കാപ്പട്യത്തിൽ അങ്ങേയറ്റമെത്തിയിരിക്കുന്നു. ലാ തഅലമുഹും, അങ്ങേക്ക് അവരെ അറിയുകയില്ല. നഹ്നു നഅലമുഹും, നമുക്കവരെ അറിയാം. പ്രവാചകന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പുറത്തു മുസ്ലിമായും ഉള്ളിൽ കാപ്പട്യവും വെക്കുന്ന പ്രവാചകന്റെ ചുറ്റുപാടുള്ളവരിലെ കപട വിശ്വാസികളെ, പ്രവാചകരെ അങ്ങേക്കറിയുകയില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭാവി അറിയുന്ന, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ്, ആ സ്രഷ്ടാവ്, അവനോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ, തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായുള്ളവർ ഉൾപ്പെടെ വിജയിപ്പിക്കണേ എന്നൊരു പ്രാർത്ഥന മനസ്സിന് വരുന്നില്ലേ? അത് ആരോടായിരിക്കണം? ഏതെങ്കിലും ഒരു എലക്ഷൻ മെഷീനിൽ ഒളിഞ്ഞു കിടക്കുന്നത് അറിയാൻ സാധിക്കാത്തവരോടാണോ നാം കൈനീട്ടേണ്ടത്? അങ്ങനെ പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അതാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ അക്രമം. അതുകൊണ്ട് ലോകത്തിൻ്റെ സ്രഷ്ടാവിന് മാത്രമുള്ള കഴിവുകൾ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ വകവെക്കുമ്പോൾ അത് ബഹുദൈവത്വം അഥവാ ശിർക്കായി മാറും. അത് ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഭയമാണ് നൽകുന്നത്.
നിർഭയത്വത്തിന്റെ സന്ദേശം ഏകദൈവ ആരാധനയാണ്. ലോകത്തിന്റെ സൃഷ്ടാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.